ഞാനൊരു ഉമ്മ വെക്കാറ്. പ്രണയം എങ്ങനെയായിരുന്നു? ആരാദ്യം തുറന്നു പറഞ്ഞത്? 3 വർഷം പ്രണയിച്ചല്ലേ? നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പാർട്ണറെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇത് വർക്കാവില്ല എന്ന് ഡിസിഷൻ എടുത്ത രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും. നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ പോസിറ്റീവ്നെസ് മാത്രമേ കാണിക്കൂ. അപ്പോഴും നമ്മൾ എന്തിനാണ് അന്നേരം കല്യാണം കഴിക്കുന്നത്? നമുക്ക് നമ്മുടെ ലൈഫിലെ സർട്ടൺ ജേർണികളിൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് വേണം എന്നുള്ളൊരു നമ്മുടെ സന്തോഷവും ഹാപ്പിനെസ്സും ബ്രേക്ക് ഡൗൺസും ഒക്കെ ചർച്ച ചെയ്യാനും നമുക്ക് കൈയൊക്കെ താങ്ങി നമ്മുടെ കൂടെ നിൽക്കാനായിട്ടുള്ളൊരു ഫാമിലി എന്നല്ലാതെ വേറൊരാൾ താലി കെട്ടിയില്ല എന്ന് പറഞ്ഞ ഭാര്യ ഭർത്താവ് ആവാതിരിക്കുന്നതും ഇല്ല. മനസ്സിലായില്ലേ? ട്രഡീഷണൽ റൂളാണ്. അതെ, അത് ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യുക. അതിലൊന്നും ഒരു തെറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ വീട്ടിലോ അവിടെ വീട്ടിലോ നമ്മൾ താമസിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായി. കല്യാണം കഴിക്കുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടല്ല, കല്യാണം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഒരിക്കലും വീട്ടിൽ താമസിക്കരുത്. പേരൻസ് മോശക്കാരായതുകൊണ്ടല്ല. അമ്മായിമ്മ പോര് മാത്രമേ നമ്മൾ ലോകത്ത് ചർച്ച ചെയ്തിട്ടുള്ളൂ. എങ്ങും മരുമോൻ പോര് ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം നമുക്ക് 100ൽ 100 തികഞ്ഞ ഒരാളെ നമുക്ക് കിട്ടില്ല. താലിക്കല്ല മര്യാദ കൊടുക്കണ്ടേ, താലിയുടെ പുറകിലുള്ള പെണ്ണിന്റെ മനസ്സിനാണ് മര്യാദ കൊടുക്കണ്ടേ. അല്ലാതെ താലിക്ക് എന്ത് മര്യാദ? അവരെല്ലാരും കൊച്ചുവിളയിൽ ടി ഗീത മകൾ 35 വയസ്സായ അഞ്ജലിയെ ഭാര്യയായി സ്വീകരിച്ചു. കണ്ടുമുട്ടി പണ്ടേ അത് ഞാനൊരു ഉമ്മ വെക്കാറ്. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാത്തേക്ക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കോമഡി റോളുകളിലൂടെയും അതുപോലെ തന്നെ വില്ലൻ വേഷങ്ങളിലൂടെയൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു നടനാണ്. ജിഗർതണ്ട, ഇയോബിന്റെ പുസ്തകം, ബൾട്ടി തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് വിഷ്ണു ഗോവിന്ദൻ. നമസ്കാരം. 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 സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം തന്നെ വിഷ്ണു ഗോവിന്ദൻ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്, ജന്മനാടൊക്കെ? യെസ്, പേര് വിഷ്ണു ഗോവിന്ദൻ എന്നാണ്. ഇതിൽ ഗോവിന്ദൻ എന്ന് പറയുന്നത് മുത്തശ്ശൻ്റെ പേരാണ്. അച്ഛൻ്റെ പേര് ശശികുമാർ എന്നാണ്. എൻ്റെ റെക്കോർഡിക്കൽ നെയിം വിഷ്ണു എസ് എന്നാണ്. മുത്തശ്ശന് ഭയങ്കര സ്ഥിരമായി കാണുന്ന ആളും ഒക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ സിനിമയെ പറ്റി ഉണ്ടായിട്ടുള്ള മുത്തശ്ശൻ്റെ അടുത്താണ്. അപ്പോൾ മുത്തശ്ശൻ ഈ പറയുന്ന പോലെ ഞാൻ സിനിമയിൽ എത്തുന്നത് കണ്ടിട്ടില്ല. അതിന് മുമ്പ് മരിച്ചു പോയി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏജ്ഡായിട്ട് മരിച്ചു പോകുമായിരുന്നു. അപ്പം ഞാൻ സിനിമയിലേക്ക് വന്നപ്പോൾ ഈ പറയുന്ന പോലെ മുത്തശ്ശൻ്റെ അടുത്തുള്ള ഒരു സ്നേഹ ആദരവ് എന്നുള്ള രീതിയിലാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞ പേര് വെച്ചത്. വീട് സ്വദേശം കോട്ടയത്താണ് പഠിച്ചതൊക്കെ. കോളേജ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുശാറിലായിരുന്നു. പിന്നെ കോളേജ് ചെയ്തിട്ട് നാടകങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് പിന്നീട് 2017 മെക്സിക്കൻ ഭാരതയാണ് ബ്രേക്ക് കിട്ടുന്നത്. അതെ, ആദ്യത്തെ സിനിമ എനിക്കൊന്ന് ഇയോബിന്റെ പുസ്തകം, ഇയോബിന്റെ പുസ്തകമാണ് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ അതിന് മുൻപ് മദ്രാസ് കഫേയിൽ അഭിനയിച്ചിട്ട് പലർക്കും അറിയില്ല. കല്യാണം കഴിച്ചു 6 മാസമല്ലേ? 6 മാസമാണ്. എങ്ങനെയുണ്ട് ദാമ്പത്യ ജീവിതം? സിനിമ കണ്ട് നിൽക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളൊരു 3 കൊല്ലം ഒക്കെ ആയിട്ട് പ്രേമമൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു പർട്ടിക്കുലർ ഒരു മൊമെന്റിൽ എന്നാ കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ച് അങ്ങനെ നമ്മളങ്ങനെ ഇതായതാ. ഞങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും യാത്രയും സിനിമയും കുക്കിങ്ങും ഒക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സ് ഒരിക്കലും മടുക്കാതിരിക്കട്ടെ എന്നുള്ളതിലാണ് ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ. പ്രണയം എങ്ങനെയായിരുന്നു? ആരാദ്യം തുറന്നു പറഞ്ഞത്? 3 വർഷം പ്രണയിച്ചല്ലോ. അത് ഞങ്ങൾ ആക്ച്വലി സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ പോയി എവിടെ വെച്ചോ ഇങ്ങനെ ഒരു വൈബ് ഇങ്ങനെ മാച്ച് ചെയ്ത സമയത്ത് ഇങ്ങനെ ഞങ്ങൾ ആക്ച്വലി രണ്ടുപേരും കണ്ടുമുട്ടുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഞങ്ങൾ രണ്ടുപേരും കല്യാണം ഒന്നും വേണ്ട, നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പാർട്ണറെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഇത് വർക്കാവില്ല എന്ന് ഡിസിഷൻ എടുത്ത രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ഞങ്ങൾ കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് എവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പാർക്ക് തോന്നി, ഒരു ഇങ്ങനെ ഒരു തോന്നി. അപ്പൊ ഇത് പറയണമല്ലോ. അപ്പൊ ഞാനാണ് അവിടുത്തെ ഇങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞിടോ ഇങ്ങനെ ഒരു തോന്നലുണ്ട്. അത് മറ്റേ ഇതിൻ്റെ അകത്ത് മഹേഷിന്റെ പ്രതികാരത്തിന്റെ അകത്ത് അപർണ പകതിന്റെ അടുത്ത് പറയുന്ന സാധനമുണ്ടോ, ചേട്ടാ ഈ കണക്കിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല പ്രേമാവും സാധനം അങ്ങനെ പറയുന്ന പോലെ ഞാൻ അവിടുന്ന് ഇങ്ങനെ ഞാൻ പറയണോ ഇങ്ങനെ ഒരു തോന്നലുണ്ട്. അപ്പൊ അവളും പറഞ്ഞ എനിക്കും തോന്നി. പക്ഷെ നമുക്കത് കുറച്ചുകൂടെ ഒന്ന്
മുന്നോട്ട് പോയിട്ട് നോക്കാം. നമ്മുടെ എല്ലാ തനിക്കുണവും അറിയണമല്ലോ, എന്നിട്ട് വേണമല്ലോ നമ്മള് ഇത് ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ പോസിറ്റീവ്നെസ് മാത്രമേ കാണിക്കുള്ളൂ. നമ്മളൊന്ന് ലാൻഡ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ തനി സ്വരൂപങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വേണ്ട. നമുക്ക് കുറച്ച് നാൾ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇതാണ് റൈറ്റ് പേഴ്സൺ എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പ്രേമം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാം. അല്ലാതെ നമുക്ക് വെറുതെ ഇപ്പോഴേ പ്രേമിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയും ഈ അട്രാക്ഷൻ്റെ ഒക്കെ പുറത്ത് അങ്ങോട്ട് അല്ല. ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഇപ്പൊ എനിക്ക് 35 ആയി, ഞങ്ങളൊരു 32-ാം വയസ്സിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് നോക്കുക. അപ്പൊ അതിന്റെ ഒരു മെച്ചൂരിറ്റി ഒക്കെ ഉണ്ട് എല്ലാ പ്രണയങ്ങളും. അല്ല അങ്ങനെ പ്രണയൊന്നും ഭയങ്കരല്ലോ, അത് പ്രണയിച്ച് തുടങ്ങുമ്പോഴാണല്ലോ. അപ്പൊ അതിന് മുമ്പ് പക്ഷെ എനിക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള പ്രണയങ്ങളോ 20s-ലുണ്ടായ പ്രണയമൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് 32 വയസ്സ് വരെയും ഞങ്ങൾ ഇതിനു മുമ്പ് പ്രണയിച്ചിട്ടുള്ളത് കൊണ്ടും ഒക്കെ അതിന്റെയൊക്കെ പോസിറ്റീവ്നെസ്സും എങ്ങനെ ഒരു പാർട്ണർ ആവണം, അങ്ങനെ എന്ത് ക്വാളിറ്റി വേണം, അയാളിൽ എന്ത് കണ്ടെത്തണം എന്നൊക്കെ ഉള്ളത് വ്യക്തമായ ധാരണയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പം നമ്മൾ ആദ്യം എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണല്ലോ ഒറ്റയ്ക്കാണല്ലോ നമുക്ക് കുറേ യാത്ര ചെയ്യണം. കാരണം ഞങ്ങൾ നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ്ലി യാത്ര ചെയ്യുന്നതും ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ വേറൊരു സ്പേസിലൊക്കെ പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓൺ സാധനം. ഇപ്പൊ ബിഗ് ബോസിലൊക്കെ പറയുന്ന പോലെ നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടാലേ നമ്മുടെ പരിസരവും അതെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കംഫർട്ട് സോൺ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതല്ലാതെ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ യഥാർത്ഥ സാധനം വരില്ല. അപ്പൊ ആ സാധനമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാം എന്നുള്ള ഒരു പരിപാടിയിൽ വന്നു. അപ്പം ഞാനിതൊക്കെ പണ്ട് ഇങ്ങനെ ഒരാളായിരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന നടന്നതാണ്. അപ്പൊ അത് ഇവളെ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്രകളൊക്കെ തുടങ്ങി, യാത്രകളൊക്കെ തുടങ്ങി. പിന്നെ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയി, ഫ്രണ്ട്സുമായിട്ട് യാത്ര, അങ്ങനെ യാത്രകൾ കൂടി അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇൻട്രസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് മീറ്റ് ചെയ്യാൻ തുടങ്ങി. ഡിസിഷൻ മേക്കിങ്ങും നമ്മുടെ പൊളിറ്റിക്സും എല്ലാം അലൈൻ ആവണമല്ലോ. അങ്ങനെ പയ്യെ നമ്മൾ ആ ഒരു 3 കൊല്ലം കൊണ്ട് ആ ഒരു തീരുമാനമാണ് എടുത്തത്. 3 കൊല്ലം കൊണ്ട് തന്നെ മനസ്സിലായി എന്താണ് ഇയാൾക്ക് എവിടെ ദേഷ്യം വരും, ഇയാൾക്ക് എത്രത്തോളം വൃത്തിയുണ്ട്, ഇയാൾ എത്രത്തോളം നല്ല മനുഷ്യനാണ്, ഇയാൾ ആൾക്കാരുടെ എങ്ങനെ പെരുമാറുന്നത് എന്നുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അങ്ങനെ മനസ്സിലായി ഒരു സമയത്ത് നമുക്ക് തോന്നി എന്നാൽ ഇയാളുടെ കൂടെ കുറച്ച് നാളൊക്കെ ജീവിക്കാം നമുക്ക് നന്നായിട്ട് എന്നുള്ളൊരു. അല്ല അങ്ങനെയല്ല, അതിലും കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രായം മുന്നോട്ട് പോകും തോറും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഹോർമോണിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് നോക്കിയാൽ മതി. നമ്മൾ 15-ാം വയസ്സ് പോലെ അല്ലല്ലോ നമ്മൾ 25-ന് പോലെ അല്ല 30-ൽ പെരുമാറുന്നത്. നമ്മുടെ ഈ ബ്രെയിനിന്റെ ഫ്രണ്ടൽ കോർട്ടക്സ് ഒക്കെ വളർന്നുകൊണ്ടും മാറിക്കൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് നാളത്തേന് നമ്മളിങ്ങനെ ഒരു പുതിയ വ്യക്തിയായി എപ്പോഴും അഡ്ജസ്റ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ നമ്മുടെ ആ സ്വഭാവത്തിലേക്ക് റിഫൈൻഡ് ആവാൻ വേണ്ടി സഹായിക്കുന്നതുമാണ്. അപ്പം നമുക്ക് വേണ്ട ഒരാളെ നമ്മളാണ് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ പണ്ട് പ്രേമിച്ച പോലെ അല്ല കേട്ടോ, കെട്ടിക്കഴിഞ്ഞപ്പം അതുപോലെയല്ലേ കൊച്ചുണ്ടായപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് മാറിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ മാറും, അതൊരു മാറ്റമുണ്ട്. അങ്ങനെ ഒരാൾ മാറും. അയാൾ മാറുന്നതിനനുസരിച്ച് നമ്മളും നമ്മളെ ട്യൂൺ ചെയ്യണം, അല്ല അയാളെ ട്യൂൺ ചെയ്ത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് നാളെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അടുത്ത കുറച്ച് നാളിൽ നമ്മൾ ബിൽഡ് ചെയ്യണം. അതാണ് അടുത്ത കുറച്ച് നാൾ. അങ്ങനെ ഈ കുറച്ച് നാളുകൾ ബിൽഡ് ചെയ്യുന്നതാണ് കല്യാണം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം കല്യാണം എന്ന് പറഞ്ഞ ഒരു ഐഡിയക്ക് അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ട്. മറ്റേ ഈ പറയുന്ന നമ്മുടെ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പണ്ടത്തെ കല്യാണങ്ങൾ വലുതായിട്ട് നടത്തി സ്വർണവും അത്ര ആൾക്കാരെയൊക്കെ വിളിച്ച് നടത്തിയിരുന്നത് പണ്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സെക്കൻഡ് പെണ്ണും അതിൽ നടന്നു പോകുമ്പോൾ ഇവർ ആരാന്നുള്ളൊരു സമൂഹത്തിന്റെ ക്വസ്റ്റ്യനിങ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചിട്ട് അതെന്റെ ഭാര്യയാണ്, അതുകൊണ്ടാണ് ഞാൻ നടന്നത്, അത് ഭർത്താവാണ് എന്നുള്ളൊരു പരിപാടി പറയുന്നത്. ഭർത്താവിന്റെ സ്റ്റാറ്റസ് ആണ് ഫാമിലിയുടെ സ്റ്റാറ്റസ്. അത് നമ്മുടെ ഉണ്ടായി വന്നതാണ്. അത് പക്ഷെ ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സമൂഹങ്ങൾ മാറി നമ്മൾ റിഫൈൻഡായി ടെക്നോളജിക്കലിയും വിദ്യാഭ്യാസപരമായി നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ സൊസൈറ്റി മാറും, ആൾക്കാരുടെ ജീവിത രീതി മാറും, തോട്ട് പ്രോസസ്സുകൾ മാറും, നമുക്ക് സിനിമകളുടെ രീതി മാറും, നമ്മൾ കാണുന്ന സിനിമകൾ മാറും, നമ്മുടെ ആഘോഷങ്ങളുടെ രീതി മാറും, എല്ലാം മാറും. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വളരുന്ന ആൾക്കാർ. ഇപ്പൊ പണ്ടത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അറിയാം. മറ്റേ രാവിലെ എണീറ്റ് ഇതും കൊടുത്ത് ദക്ഷിണം കൊടുത്ത് വീട്ടിൽ കയറുക, പാലും പഴമൊക്കെ കൊടുക്കുക, ഇതൊക്കെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നോക്കി ഹൽദി ഉണ്ട്, സേവ് ദ ഡേറ്റ് ഉണ്ട്, ഇതൊന്നും ചെലവാണ്. ഇപ്പോഴത്തെ കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളതാണ്. ഇതൊക്കെ ഇപ്പൊ ചടങ്ങായി മാറി. അപ്പൊ അങ്ങനെയാണ് ഇതെല്ലാം നമ്മുടെ കൂട്ടത്തിൽ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് വേറിട്ട ഒരാളായിരുന്നു, ഒരു മാതൃകയായിരുന്നു. അത് ആക്ച്വലി അപ്പൊ ഞങ്ങൾ എക്സാക്ട്ലി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ നേരത്തെ
ഇപ്പോഴെന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക് തോട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് ആരും ഡിമാൻഡ് ചെയ്യുന്നതല്ല. കാരണം നമ്മളിങ്ങനെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കോഡിങ് അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്കും അങ്ങനെ ചെയ്യാം. ഇപ്പം ആക്ച്വലി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ മതി, ലോകത്ത് എല്ലാവരും അറിയും. അവർ കല്യാണം കഴിച്ചു എന്നുള്ളത്. അപ്പൊ അതിന്റെ പുറത്ത് വേറെ ചോദ്യമില്ല. നല്ല വൈറലായിരുന്നു ആ വീഡിയോ ഭയങ്കരമായിട്ട് ആൾക്കാർ ടോവിയൊക്കെ അതെ. അല്ല, എനിക്ക് അഞ്ജലി ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒബ്രോൺ മോളിൽ സിനിമയ്ക്ക് പോയപ്പോൾ നമുക്ക് ബോഡി ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ പെണ്ണുങ്ങൾക്ക് അവിടെ ഒരു ആ കട്ടണിട്ട സ്ഥലത്താണല്ലോ. അപ്പൊ ആ ചെക്ക് ചെയ്തോണ്ടിരുന്ന ചേച്ചി പറഞ്ഞു ഞങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നു കേട്ടോ, നല്ലൊരു. അപ്പൊ അവള് ഞെട്ടിപ്പോയി. അവൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മൾ ലൈഫിൽ ചെയ്ത ഒരു സാധനം വെച്ചിട്ട് വേറൊരാൾ, ഒരു പരിചയമില്ലാത്ത ഒരാൾ ഔട്ട്സൈഡർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോഴത്തേനും ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതി അനുസരിച്ച് അങ്ങനെ ഒരു സെറ്റപ്പിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു ആണ് ഭർത്താവിൻ്റെ സ്റ്റാറ്റസ് ആണ്, കല്യാണം അല്ല നമ്മുടെ ഫാമിലിയുടെ അങ്ങനത്തെ ലെവലിലല്ല. നമ്മുടെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്, അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ എന്നിട്ടും കല്യാണം കഴിക്കുന്നു. അപ്പോഴും നമ്മൾ എന്തിനാണ് അന്നേരം കല്യാണം കഴിക്കുന്നത്? നമുക്ക് നമ്മുടെ ലൈഫിലെ സർട്ടൺ ജേർണികളിൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് വേണം എന്നുള്ളൊരു നമ്മുടെ സന്തോഷവും ഹാപ്പിനെസ്സും ബ്രേക്ക് ഡൗൺസും ഒക്കെ ചർച്ച ചെയ്യാനും നമുക്ക് കൈയൊക്കെ താങ്ങി നമ്മുടെ കൂടെ നിൽക്കാനായിട്ടുള്ള ഒരു ഫാമിലി എന്നല്ലാതെ വേറൊരാള് വേണം എന്നുള്ളൂ. അല്ലാതെ അയാളെ കല്യാണം കഴിക്കണമെന്നോ അയാൾ നമ്മുടെ കൂടെ എന്നും നമ്മുടെ കൂടെ ജീവിക്കാനായിട്ട് കല്യാണം ഫാമിലിയുടെ സർട്ടിഫിക്കറ്റോ ഒരു പരിപാടികളും നമുക്ക് ലിറ്ററലി വേണ്ട. ഇപ്പൊ തന്നെ കോടതി തന്നെ ലിവിങ് ടുഗദറിൽ ഉണ്ടാവുന്ന കുട്ടിയുടെ അച്ഛൻ മാരിഡ് അല്ലെങ്കിലും അയാൾ തന്നെയാണ്, ആരാണോ ഫാദർ. അതെ, അതുപോലെ തന്നെ ലിവിങ് ടുഗദറാണ്, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ഡിവോഴ്സ് എല്ലാ രീതികളും നമുക്ക് കോർട്ടിൽ കിട്ടും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ലിവിങ് ടുഗദറാണ്, എത്രയോ വർഷത്തിൽ കൂടുതൽ ലിവിങ് ടുഗദറാണ്, അവർ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അവരെ പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലാതെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് മാറുന്ന ഒന്നുമില്ല. അത് ആക്ച്വലി നമ്മുടെ സമൂഹത്തിന്റെ ഒരു അപ്ബ്രിങ്ങിന്റെ പോക്കിന്റെ ഒക്കെ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ നോക്കരുത്, നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ആവശ്യം നമുക്കൊരു പാർട്ട്ണർഷിപ്പാണ്. ആ പാർട്ട്ണർഷിപ്പ് ഞങ്ങൾക്കൊരു 3 കൊല്ലം നന്നായിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്യാൻ പറ്റി. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചുമ്പോൾ നമ്മുടെ ഫാമിലിനെ കണക്ട് ചെയ്യാൻ ഒരിക്കലും നമുക്ക് ഞങ്ങളുടെ ആ പ്രണയം വെച്ച് പറ്റില്ല. അവരെപ്പോഴും കല്യാണം എന്നുള്ള ഒരു ഇത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്നാ കല്യാണം കഴിക്കാം. രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് എത്തുന്നത് ലളിതമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ഗോൾഡ് ഒന്നുമില്ല. അതെ അതെ അതെ. അത് മാത്രമല്ല താലി കെട്ടണ്ടെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നീട് താലി കെട്ടാന്ന് എന്തായിരുന്നു? അല്ല, അത് ഈ പറഞ്ഞ പോലെ താലിയും ഇതിന്റെ അകത്തുണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ ഈ താലി കെട്ടുക എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കുറച്ച് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. താലി കെട്ടി സ്വന്തമാക്കുകയാണ് ആ പരിപാടി. അതേസമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് മോതിരം മാറുക എന്നുള്ളത്, ഇപ്പൊ മോതിരം മാറുക പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം രണ്ടുപേരും മാറുന്നുണ്ട്. പക്ഷെ താലി ഒരാണ് കെട്ടുകയാണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ മറ്റേ മക്കളുടെ പേരിന്റെ കൂടെ അച്ഛന്റെ പേരാണ് വെക്കുന്നത്. ഇപ്പൊ എന്റെ പേരിന്റെ കൂടെ എന്റെ അച്ഛന്റെ പേരാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതിലെല്ലാം ഈ നമ്മുടെ ഹസ്ബൻഡിലേക്ക് ഇൻക്ലൈൻഡ് ആണ് ആ നിയമങ്ങളെല്ലാം. അപ്പൊ അതിനെ ആദ്യമേ പൊളിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഈ പറയുന്ന പോലെ താലി കെട്ടില്ല എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അത് താലി കെട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് ആവാതിരിക്കുന്നതും ഇല്ല. മനസ്സിലായില്ലേ? ട്രഡീഷണൽ റൂളാണ്. അതെ, അത് ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യുക, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ നമുക്ക് അതല്ല, നമ്മൾ രജിസ്റ്ററിൽ സർക്കാരിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭാര്യ ഭർത്താവാണ്. അത് അംഗീകരിക്കുക എന്നുള്ളത് ഭയങ്കര ഇതാണ്. കാരണം നമ്മൾ ഫാമിലിയിലൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഞങ്ങൾ സമ്മതിച്ചില്ല കല്യാണത്തിന്. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്നത് ഒളിച്ചോടിപ്പോയി കല്യാണം വീട്ടുകാരുമായിട്ട് ഒരു ബന്ധമില്ലാതെ ആൾക്കാർ ചെയ്യുന്നതാണ് രജിസ്റ്റർ മാരേജ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതല്ല രജിസ്റ്റർ മാരേജ്. രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ താലി കിട്ടിയാലും നമ്മൾ രജിസ്റ്ററിൽ മാരീഡ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു വിസ എടുക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നമ്മൾ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ ക്രെഡിബിലിറ്റി ഉണ്ടാവും. പക്ഷെ താലി കെട്ടി ഒരു അമ്പലത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് മാരീഡ് രജിസ്റ്റേർഡ് ചെയ്യാനായിട്ടുള്ളതിന് ഒരു അപ്പർ ഹാൻഡ് ആയിട്ട് നിൽക്കും. അതുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ വീട്ടിലോ അവിടെ വീട്ടിലോ നമ്മൾ താമസിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇൻഡിപെൻഡന്റ്ലി വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് ആക്ച്വലി നമ്മൾ കല്യാണം കഴിക്കുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടല്ല, കല്യാണം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് എൻ്റെ കംഫർട്ട് സോണാണ് എൻ്റെ വീട്. അങ്ങോട്ടേക്ക് അവളെ ഇൻഡിപെൻഡന്റ്ലി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഞാൻ അവിടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് എത്രത്തോളം ഉൾക്കുത്തുണ്ടാവും അതുപോലെ തന്നെ അവക്കും ഉണ്ടാവും. ഈ ഫാമിലി സൊസൈറ്റി ഉണ്ടാക്കി തന്നേക്കുന്നതുകൊണ്ടാണ് പെണ്ണ് ഫോഴ്സ്ഡ് ആവുന്നത് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. നല്ല സമാധാനവും. അതെ അതെ അതെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണ് ഈ നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ അത് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കണം, വീട്ടു ചെലവ് നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്യണം. മറ്റിടത്താണ് എല്ലാം തന്നെ നടക്കും.
അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, ബാക്കി പരിപാടികൾ കിച്ചൺ ഷെയറിങ് പരിപാടി, എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിലാണെങ്കിൽ കാര്യങ്ങൾ നടക്കും, ഹാപ്പി ആയിട്ട് നടക്കും. എനിക്ക് കുറച്ച് മടിയൊക്കെ പിടിച്ച് എൻ്റെ വർക്കിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് നിൽക്കാം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് മാറി താമസിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ എല്ലാ പരിപാടികളും എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ചെയ്യുന്നതും. അതിൻ്റെ ഡിവിഷനും പരിപാടിയും അതിന് സെക്കൻഡറി ഹെൽപ്പുകളില്ല. നമ്മൾ വഴക്കുണ്ടാക്കിയാൽ തന്നെ നമ്മൾ ഒരു റൂമിൽ കിടന്നുറങ്ങണം, അല്ലെങ്കിൽ മാറി കിടന്നോ, നമ്മുടെ ഉള്ളിൽ തന്നെ വഴക്ക് നിൽക്കുക, അത് മാറ്റിയൊക്കെ ചെയ്യണം. അതേ സമയത്ത് നമ്മൾ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് വഴക്ക് മാറാനൊരു ടൈം കൊടുക്കണം. അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് വഴക്ക് മാറ്റുക എന്നുള്ളതല്ല വഴക്കിനുള്ള പ്രതിവിധി. അപ്പം നമ്മൾ അതെല്ലാം മാറി അപ്പം അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്താലേ നമുക്ക് അങ്ങനെ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻസിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ പറയാം, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും വീട്ടിൽ താമസിക്കരുത്. പേരൻസ് മോശക്കാരായതുകൊണ്ടല്ല, അത് നമ്മൾ ആക്ച്വലി നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരിക്കണം. നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ടൈം എടുക്കുക. അതുപോലെ തന്നെ കുട്ടി ഉണ്ടാകുമ്പോഴും കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് നോക്കണം. അല്ലാതെ അമ്മ ഉണ്ടല്ലോ കുട്ടീനെ നോക്കാൻ. നിങ്ങൾ കുട്ടിക്കനുസരിച്ച് നിങ്ങളുടെ വർക്കുകൾ മാറ്റുകയും നിങ്ങൾ കുട്ടീനെ നോക്കുകയും നിങ്ങളെല്ലാവരും വല്ലപ്പോഴും പോയി കാണുന്ന ആൾക്കാർ മാത്രമായിരിക്കണം പേരൻസ് എന്ന് പറയുന്നത്. രണ്ടുപേരും നന്നായിട്ട് ഒരുമിച്ച് നിന്ന് തന്നെ വളർത്തണം. അതെ അതെ, കുട്ടികൾ അങ്ങനെ തന്നെ വേണം. അച്ഛനും ഇപ്പം പല ഫാമിലികളിലും അച്ഛന് കുട്ടികളെ ഒരു 5 വയസ്സ് വരെ അല്ലെ അവര് വലുതായി കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ഛൻ്റെ മക്കളായി മാറുന്നത്. കുട്ടീനെ നോക്കുന്നതും അതിൻ്റെ അപ്പ എഴുതുന്നതും സ്നഗ്ഗി മാറ്റുന്നതും കൊച്ചിനെ എടുക്കുന്നതും പാല് കൊടുക്കുന്നതും ഒക്കെ അമ്മയാണ്. അത് അമ്മയുടെ ജോലിയാണ്, എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും. ചെറുപ്പം പോലെ എല്ലാ കാര്യങ്ങളും അല്ല. അത് മാത്രമല്ല, ഗൾഫിലല്ലെങ്കിലും ഇവിടെ ആണെങ്കിലും കൊച്ചിനൊരു 5 വയസ്സ് വരെ ഉള്ള പരിപാടികളെല്ലാം നോക്കുന്നത് ഒന്നിലെ കെട്ടിയവന്റെ അമ്മയും മുത്തശ്ശനും ഭാര്യയും കൂടിയായിരിക്കും. അപ്പനൊന്നും ചെയ്യില്ല, കാരണം അത് അവരുടെ ഡ്യൂട്ടി ആണല്ലോ. കൊച്ചുമോളെ മക്കളെ നോക്കുന്ന അവരുടെ ഡ്യൂട്ടി ആണല്ലോ എന്ന് പറഞ്ഞാൽ അത് അലിഖിതമായി അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനല്ല, അച്ഛനൊന്നും ഒരിക്കലും ഒരിക്കലും ഇല്ലല്ലോ, ഒരു എങ്ങും ഇല്ലല്ലോ. അതുപോലെ അത് ഉണ്ടാവണം. അങ്ങനെ നമുക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ അമ്മ പുറത്ത് കുട്ടീനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന പോലെ അച്ഛനും കംഫർട്ടബിൾ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചാലേ അത് നടക്കുകയുള്ളൂ. ഒറ്റയ്ക്ക് ജീവിച്ചാലേ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അച്ഛനും കൂടെ ഉണ്ടാവുള്ളൂ. കൊച്ചു കരഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ എടുക്കുക എന്നല്ലാതെ കൊച്ചു എന്തുകൊണ്ട് കരയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി എടുക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ബ്രെയിൻ വയറിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുട്ടി അമ്മയും അച്ഛനും മാത്രമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കണം, എന്നാലേ ഈ സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കരുതെന്ന് പറഞ്ഞാൽ ഫാമിലി മോശക്കാരായതുകൊണ്ടല്ല. നമ്മൾ ഈ പറയുന്ന എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അമ്മായിമ്മ പോര് മാത്രമാണ്. നമ്മൾ അതെ അതെ, ഈ അമ്മായിമ്മ പോര് മാത്രമേ നമ്മൾ ലോകത്ത് ചർച്ച ചെയ്തിട്ടുള്ളൂ. എങ്ങും മരുമോൻ പോര് ഉണ്ടായിട്ടില്ല. കാരണം എന്താ, മരുമക്കളും അമ്മായിപ്പനും വഴക്കുണ്ടാക്കാഞ്ഞുകൊണ്ടാണ്. അല്ല, ഒരു മരുമോനും അമ്മായിപ്പനും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഇപ്പൊ ഒരു പെണ്ണിന്റെ വീട്ടിൽ ഒരു ആണ് പോകുമ്പോ അവന് 1-2 ദിവസം നിന്ന് അവിടുത്തെ രാജാവിനെ പോലെ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചു അടിപാടി പോവാന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ്. ആ 2 ദിവസത്തിൽ ഒരിക്കലും വഴക്കുണ്ടാവില്ല. അതേസമയത്ത് അമ്മായിമ്മയും മരുമോളും ആണ് ജീവിതകാലം മൊത്തം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ വഴക്കുണ്ടാവും. അതേസമയത്ത് ഇതൊന്ന് പോയി ഒരു 5-6 മാസം താമസിച്ച് നോക്ക്, അപ്പം മനസ്സിലാവും മുത്തശ്ശനും അല്ല അമ്മായിപ്പനുമായിട്ട് വഴക്കുണ്ടാവും. അപ്പൊ അത് നമ്മുടെ ഈ കൺസ്ട്രക്ഷന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിനെ പൊളിക്കുക എന്നുള്ളതാണ് ബേസിക് നമ്മൾ ചെയ്യേണ്ട കാര്യം. തീരുമാനിക്കുക എന്നുള്ളതാണ്. താലി ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര റിലീജിയസ് സെന്റിമെന്റ്സ് ഉള്ള 2 ടീമുമായിട്ടായിരുന്നു ഞങ്ങൾ ഇത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അഞ്ജലിയുടെ ഫാമിലി. എൻ്റെ വീട്ടിൽ പിന്നെ കുറച്ചുകൂടെ ഇതാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയത്ത് അഞ്ജലിയുടെ വീട്ടിൽ ഭയങ്കര, അതായത് എന്നും അമ്പലത്തിൽ പോകുന്ന അമ്പലത്തിലെ അമ്പലവാസിയായിട്ടുള്ള ഒരാളാണ് അഞ്ജലിയുടെ അമ്മ. ചിന്തിക്കാൻ പറ്റില്ല താലി കെട്ടുന്ന പരിപാടി. അപ്പൊ നമ്മള് ശ്രീധരം കട്ട് ചെയ്തു, സ്വർണം കട്ട് ചെയ്തു, രജിസ്റ്റർ മാരേജ്, എല്ലാ പരിപാടികളും പിന്നെ വളരെ അടുത്തുള്ള ആൾക്കാരെ വച്ച് മാത്രമാണ് നമ്മൾ റിസപ്ഷൻ നടത്തിക്കുന്നത്. അതൊന്നും അവർക്ക് ആർക്കും ഓക്കെ അല്ല. ഇവരെല്ലാത്തിനും വഴങ്ങി. അപ്പം ഞങ്ങൾ ഞെട്ടിപ്പോയി. ആക്ച്വലി ഇവർ വഴങ്ങി തരും എന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ അവസാനം അഞ്ജലിയുടെ അമ്മ ഒരു റിക്വസ്റ്റ് പറഞ്ഞു, എടാ എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം അനുസരിച്ച് എടാ ഒരു താലി കെട്ടണം, നിങ്ങൾ ചെയ്തു തരാമെന്ന് വെച്ചു. അപ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ ഇതിനെയൊക്കെ റിബലായിട്ട് നേരിടുന്നുണ്ടെങ്കിലും നമ്മൾ ആരുടെയും സന്തോഷങ്ങളെയും ത്തില് വിലങ്ങുതടി ആവരുത് എന്നുള്ളൊരു വലിയ താലി കെട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സന്തോഷത്തിന് അവരിങ്ങനെ നിൽക്കുമ്പോഴത്തേനും നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഇത്. അപ്പൊ പുള്ളിക്കാർ പറഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിൽ ഒന്ന് വെച്ച് താലി കെട്ടണ്ട, നിങ്ങളൊന്ന് താലി കെട്ടുക എന്നുള്ളൊരു ഇത് തരാമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അമ്പലത്തിൽ വന്ന് വേണം താലി കെട്ടണം, ഞാൻ താലി കെട്ടാം അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതിനൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മളിത് ചെയ്യില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഇതെന്തോ അയിത്തമായത് കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ല. ഒരു സാധനം ഫോർവേഡ് ചെയ്യുമ്പം അത് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താ തീർച്ചയായും ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞാൽ അമ്പലത്തിലൊന്നും വേണ്ട, താലി എങ്ങനെ കെട്ടുക. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അമ്മയ്ക്ക് പുള്ളിക്കാരി
ജാതകമൊക്കെ നോക്കുന്ന ആളാണ്. അത് ഞങ്ങൾക്ക് വേണ്ടി ജാതകം നോക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ച് കഴിഞ്ഞാൽ അതല്ല അൾട്ടിമേറ്റ് ജാതകം, അതുകൊണ്ട് അമ്മ ജാതകം നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ നോക്കാതിരിക്കുക കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പിന്നെ പുള്ളിക്കാരി അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മോശക്കേട്. കാരണം നമ്മൾ ഇത്രയും ഇത് ചെയ്യുന്നതിൽ ഒരു വാല്യൂ ഇല്ലാതെ ഇപ്പം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങളെന്നാ അമ്മ പോയി സമയം എടുത്തോളാം പറഞ്ഞ് അങ്ങനെ അമ്മ പോയി താലി കെട്ടുന്നതിന് സമയമൊക്കെ എടുത്ത് അതുകൊണ്ട് പറഞ്ഞ് സൂര്യാസ്തമയത്തിന് മുമ്പ് എപ്പോഴെങ്കിലും കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ റിസപ്ഷൻ നടക്കുന്ന റിസോർട്ട് ഉണ്ടായിരുന്നു. റിസോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം അവിടെയുള്ള എല്ലാവരെയും അവിടെ ഇവിടെയൊക്കെ വിളിച്ച് നിർത്തി എല്ലാവരും കൈയടിച്ചങ്ങ് ഒരു പരിപാടിയില്ല. ഞാനിങ്ങനെ അനൗൺസ് ചെയ്യാറുണ്ട്, ഇന്ന് താലി കെട്ടിയില്ല ഗൈസ്, നിങ്ങളൊക്കെയാണ് താലി കെട്ടാൻ കാണുന്നത് എന്ന് അവിടെ വെച്ച് അങ്ങനെ അങ്ങനെ കെട്ടി അങ്ങനെ താലി കെട്ടുന്നത് വഴി പെണ്ണിനെ ഒരു അടിമയെ പോലെ കാണുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം. എന്ന് വെച്ചാൽ എല്ലാം ഭർത്താവിന് ചെയ്തു കൊടുക്കുക, അങ്ങനെയല്ല ട്രഡീഷണൽ റൂളൊക്കെ ബ്രേക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ആദ്യമേ ചിന്തിച്ചിരുന്നു. അങ്ങനെയല്ല പിന്നെ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് തമിഴില്. അതിൻ്റെ അകത്ത് പുള്ളി പ്രദീപ് രംഗനാഥൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് അതിൻ്റെ അകത്ത് ഈ താലിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പം മറ്റേ അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ അവൻ്റെ അടുത്ത് പറയും, എടാ താലിക്കല്ലടാ മര്യാദ കൊടുക്കണ്ടേ, താലിയല്ലടാ അത് എന്ന് പറയാൻ നേരത്ത് പ്രദീപ് രംഗനാഥൻ പറയുന്ന ഒരു കാര്യമുണ്ട്. താലിക്കല്ല മര്യാദ കൊടുക്കണ്ടേ, താലിയുടെ പുറകിലുള്ള പെണ്ണിന്റെ മനസ്സിനാണ് മര്യാദ കൊടുക്കണ്ടേ, അല്ലാതെ താലിക്ക് എന്ത് മര്യാദ എന്ന് പറയുന്ന സാധനമുണ്ട്. ശരിക്കും താലിക്കെന്ത് ഒരു ആക്ട് അല്ലേ, അതിനൊരു മര്യാദ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അത് കെട്ടുന്ന പെണ്ണിനാണ്, ആ പെണ്ണിന്റെ മനസ്സിനുമാണ് നമ്മൾ മര്യാദ കൊടുക്കേണ്ടതെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഭയങ്കര അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് ആ ഇൻഡിവിജ്വലിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കാണുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന അടിമത്തോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക, കാരണം അതിലൊക്കെ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അതെന്തോ ഭർത്താവ് എന്നും നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് ആൾക്കാർ ട്രോളുന്ന ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പല സെലിബ്രിറ്റീസ് ഇരുന്നിട്ട് ഭർത്താവിന്റെ താഴെയായിരിക്കണം ഭാര്യ, എനിക്ക് എൻ്റെ ഭർത്താവിന് അത് ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതിതാണ് എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗംഭീരമായിട്ട് ആൾക്കാർ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ മതി നമ്മുടെ സൊസൈറ്റി എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ള എക്സാമ്പിളാണ്. അതിനെ എല്ലാത്തിനും എടുത്ത് ചർച്ച ചെയ്യും, എല്ലാത്തിനും എടുത്ത് ആൾക്കാർ റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ മോശമായിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യും ചെയ്യുന്ന ലെവലിലേക്കുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ പിള്ളേരെല്ലാം. പിന്നെ വളർന്നു വരുന്ന ജെൻസി പിള്ളേരും പരിപാടിയും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പിള്ളേരാണ് വളർന്നു വരുന്നത്. അപ്പൊ നമ്മൾ ഇവരുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഏതോ ഒരു ഇന്റർവ്യൂല് ഒരാൾ പറഞ്ഞ പോലെ, അതായത് ഒരു ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട്. അതായത് പുള്ളിക്കാരി പറയുന്നത് പറഞ്ഞാൽ വി ആർ ദ ബാഡ് പേരന്റ് ബിക്കോസ് വി ആർ ട്രെയിനിങ് ഫ്യൂച്ചർ കിഡ്സ് ടു ലിവ് ഇൻ ദ അല്ല വി ആർ പീപ്പിൾ ഫ്രം ദ പാസ്റ്റ് ട്രെയിനിങ് ദ പ്രസന്റ് കിഡ്സ് ടു ലിവ് ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ പ്രസന്റിലും ജീവിക്കണം എന്ന് യാതൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ പാസ്റ്റിൽ നിന്ന് വളർന്ന ആൾക്കാരാണ്. നമ്മുടെ പാസ്റ്റിലെ ക്വാളിറ്റിയും ലൈഫ് ക്വാളിറ്റിയും പാസ്റ്റിലെ ഇതും വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നത്. എന്തിനാണ് വീണ്ടും മാറാൻ പോകുന്ന ഫ്യൂച്ചറിലേക്ക്. അപ്പൊ അത് ഒരു മാറ്റം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആദ്യം ഉണ്ടാവണം. കുറെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഈ താലിക്ക് വലിയ ഇടുവായിരുന്നു, ഒരു 5 പവൻ 10 പവൻ. ഇപ്പൊ ചിലപ്പോ ഇടില്ല, അതൊക്കെ മാറി. ഇപ്പോഴത്തെ തലമുറയൊക്കെ അതൊരു പിന്നെ സിന്ദൂരം തൊടുക അതൊന്നും ഇപ്പൊ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. അല്ല, അത് ബേസിക്കലി നമ്മൾ ഈ ആക്ടുകൾ മാറ്റുന്നതിൽ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഇൻഡിവിജ്വലിന് ഒരു വാല്യൂ കൊടുക്കുന്നിടത്താണ്. എക്സാക്ട്ലി. നമ്മൾ ഇതൊക്കെ ചെയ്തു, ഞാൻ താലി കെട്ടിയില്ല, ഞാൻ സിന്ദൂരം തൊട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ രജിസ്റ്റർ മാരേജ് ആണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് എടി ചായ ഇടറി നമ്മുടെ ആക്ടിവിറ്റിയിൽ അതൊരു മാറ്റം ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മറ്റേ ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടാൽ മതി, എവിടെയായിരുന്നു നീ, അതെന്താണത് ചേട്ടാ ഞാൻ അവിടെ പൊക്കോട്ടെ, നാളെ ഫാമിലി ഔട്ടിംഗ് ഉണ്ട്, മറ്റല്ല ടീം ഔട്ടിംഗ് ഉണ്ട്, ഞാൻ പൊക്കോട്ടെ. അത് എല്ലാത്തിനും ആ പേട്രിയാർക്കി ആക്ട് നമ്മൾ നിലനിർത്തുകയും നമ്മൾ ഇതിൽ വലിയ പരിപാടി കാണിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. അതേ സമയത്ത് നമ്മൾ ഇതെല്ലാം ചെയ്യുകയും ഇപ്പുറത്ത് ഈക്വൽ റൈറ്റ്സും ക്വാളിറ്റിയിലും നമ്മൾ ജീവിക്കണം, അത് ചെയ്താലും മതി. അല്ല നമ്മളിതിങ്ങനെ കാണിക്കുന്നതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് ബേസിക്കലി കാര്യം. പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലത്. കാരണം അച്ഛനും അമ്മയൊക്കെ മക്കൾക്ക് വേണ്ടി സ്ത്രീധനൊക്കെ കൊടുത്ത് ആയുഷ്കാലം മുഴുവൻ കടക്കാരാകുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചുമ്മാ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ന്യൂസ് ചാനലിലും വെച്ച് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ പിടിച്ച് കെട്ടുകയും അത് കഴിഞ്ഞിട്ട് സ്ത്രീധന പീഡനങ്ങളും ഒക്കെ ഓരോ പരിപാടികളും നടക്കുമ്പോഴും മറ്റേ സ്ത്രീധന പീഡനങ്ങളിലെ പെണ്ണുങ്ങൾ മരിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതായിരിക്കും ലാസ്റ്റ്, അല്ലെ എങ്ങനെ ഇത് ചെയ്യാൻ തോന്നും എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയും ചെയ്യും. ഒരു 3 മാസത്തോടെ കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അടുത്ത വാർത്ത വരും, അടുത്ത 3 മാസത്തോടെ കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മാറ്റം വരും. അപ്പൊ അതുകൊണ്ട്
ആക്ച്വലി കല്യാണം ഒരുമിച്ച് താമസിക്കുക റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഫാമിലി നിങ്ങൾ എടുക്കുക, നമ്മളിങ്ങ് എടുത്ത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് പരിപാടിയാക്കുക. പാർട്ണറിനെ കണ്ടുപിടിക്കേണ്ട ആളെ തലവേദനയും ഈ പറയുന്ന കല്യാണം എന്ന് പറയുന്ന പരിപാടി എല്ലാം നമ്മുടെ സ്വന്തമാക്കുക. അതൊക്കെ പേഴ്സണൽ സാധനങ്ങളാണ്, അതൊന്നും വിട്ടുകൊടുക്കാതെ നമ്മൾ. അതുകൊണ്ട് തന്നെ ചെറുപ്പം പോലെ നിങ്ങൾ പ്രണയിക്കുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുക, ആൾക്കാരെ മനസ്സിലാക്കുക. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഇതൊക്കെ ഭാവിയിലുള്ള പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ, കാരണം നമ്മൾ ചെറുപ്പം പോലുള്ള നമ്മുടെ സ്ത്രീ സൗഹൃദങ്ങളും ഒക്കെ ഇതിനകത്ത് ഇതാണ്. കാരണം നമ്മളൊരു പാർട്ണറെ കണ്ടെത്തുമ്പോൾ തന്നെ കണ്ട അവക്കില്ലാത്ത ക്വാളിറ്റി ഇവൊക്കെ ഉണ്ട്, ഇവരിങ്ങനെയാണ് ചിന്തിക്കുന്നത്, കമ്പാരിസണും ഒക്കെ നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ പിള്ളേർക്ക് പ്രണയം ഉണ്ടെന്ന് പിള്ളേർ വീട്ടിൽ വന്ന് പറയുമ്പോൾ നീ അങ്ങനെ ചെയ്യുന്നതല്ലാതെ അതിന് നല്ല നല്ല ക്വാളിറ്റിയുള്ള ലെസൺസ് പറഞ്ഞു കൊടുക്കുക. പണ്ട് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തതെന്ന് ഒരമ്മ ഒരു മോക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ലെസൺ. അല്ലാതെ നീ പ്രണയിക്കരുത്, അവളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റേ വുമൻസ് ഓൺലി കോളേജിൽ കൊണ്ട് ചേർത്ത് ഈ ഫീലിങ്സ് എല്ലാം അവിടെ എവിടെ എന്ത് എങ്ങനെയെന്നുള്ള ഒരു എക്സാമ്പിളും കിട്ടാതെ അവർക്ക് കിട്ടുന്ന ഒരു ടോക്സിക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്നായിരിക്കും ഇവരെല്ലാം പഠിക്കുന്നത്. ഇതൊന്നും അല്ലാതെ നമ്മൾ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോഴത്തേന് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല ഗൈഡൻസ്. എടാ എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനൊരു സീൻ ഉണ്ടായപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, അല്ല എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ. അപ്പം ഇങ്ങനെ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഡിസ്കഷൻ നടന്നിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ അമ്മയെടുത്ത്, അമ്മ മാരേജായിരുന്നു, അപ്പം അമ്മയെടുത്തൊക്കെ ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്തു. അതെ അതെ അതെ. അപ്പം അമ്മയെടുത്തൊക്കെ ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം ഈ പേരൻറ്റിങ് എവിടെ നിർത്തണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ പഠിക്കേണ്ടത്. അതായത് ഒരു കുട്ടീനെ ഏത് പ്രായം വരെ വളർത്തണം, അത് കഴിഞ്ഞിട്ട് അവനെ നമ്മളെങ്ങനെ വളർത്താതിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിൽ പിന്നീട് ഇതിൽ ഉണ്ടാവും. കാരണം നമ്മൾ ഇനിയും ജീവിക്കേണ്ടത് ഫ്യൂച്ചറിലേക്കാണ്, അല്ലാതെ നമ്മൾ ഈ പഴയ പരിപാടികൾ വീണ്ടും അത് നിൽക്കില്ല. നമ്മൾ ഈ ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെ അത് മുഴച്ച് തന്നെ ഇരിക്കും. ഫാമിലി ലൈഫ് ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഒരു അക്സെപ്റ്റൻസ് ആണല്ലോ. എക്സാക്ട്ലി. ഞാനത് തിരിച്ചാ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നതിനേക്കാളും ഉപരി ഇത് രണ്ടോടെ കമ്പൈൻ ചെയ്തിട്ട് ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം നമുക്ക് 100-ൽ 100 തികഞ്ഞ ഒരാളെ നമുക്ക് കിട്ടില്ല. നമുക്കൊരു 80% അല്ലെങ്കിൽ ചിലപ്പോൾ 50 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ബാക്കി നമുക്ക് തികയാതെ മാറി നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ലിറ്ററലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ആ അഡ്ജസ്റ്റ്മെന്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. ഞാൻ ഈ ക്വാളിറ്റി, ഈ 50% ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കണക്ട് ആവാൻ പറ്റാത്ത ഈ 50% ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്തിനാണ് ഞാൻ ഇയാളുടെ ഈ ക്വാളിറ്റീനെ വില കൊടുക്കുന്നത് കൊണ്ട് ഈ 50% നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂൺ ചെയ്ത്. കാരണം എനിക്കും അതുപോലെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ 20-80 ആയിരിക്കും, എൻ്റെ ഒരു 20% ക്വാളിറ്റിക്ക് വേണ്ടി മാത്രമായിരിക്കും അവളൊരു 80 എന്ന് പറഞ്ഞതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവാണ്ടേക്ക് വഴക്കുണ്ടാകുമ്പോഴും ഇങ്ങനെയാണ് പരിപാടി. ഇത് വഴക്കുണ്ടാവുമെന്നും കല്യാണത്തിൽ പ്രണയം നിന്നു പോകുന്നും എന്നും ഈ പ്രണയങ്ങളും ഉണ്ടാവുന്ന ഒന്നുമില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അത് റിഫൈൻ ചെയ്യേണ്ട നമ്മുടെ പണിയാണെന്നും ഒക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പരിപാടി തന്നെയാണ് ഇത്. പക്ഷെ ആ അഡ്ജസ്റ്റ്മെന്റിന് നമ്മളൊരു ക്വാളിറ്റി കണ്ടെത്തുക, അതിനു വേണ്ടി നമ്മൾ പണി എടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിതം സെറ്റിലായി കുട്ടി ഉണ്ടായതുകൊണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തെ സുഖമായിട്ട് ജീവിക്കുക, അതല്ല പരിപാടി. എന്നും നന്നായിട്ട് പണി എടുത്തുകൊണ്ടിരിക്കേണ്ട സാധനം തന്നെയാണ് കല്യാണം, റിലേഷൻഷിപ്പ്. യെസ്. അപ്പം ഈ സുഹൃത്തിന് ഒരു ഭാര്യയായിട്ട് കിട്ടും, ഒരു സുഹൃത്ത് ഭാര്യയാകുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? അത് ഈ പറഞ്ഞ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്മളൊരു 100-ലുള്ള മാർക്കിടലുണ്ട്, അത് കുറച്ചുകൂടെ എളുപ്പമായി. കാരണം നമ്മളൊരു സുഹൃത്താകുമ്പോഴത്തേനും തന്നെ നമ്മളിങ്ങനെ ഇയാളുടെ എല്ലാ ക്വാളിറ്റികളും കണ്ടിട്ട് തന്നെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്നുള്ളൊരു പരിപാടി. അപ്പം നമ്മളിതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഇതിപ്പോൾ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്ത് ആ ഡിസ്കഷൻ വരുമ്പോൾ തന്നെ ഇത് ഞാൻ പറയുന്നതൊക്കെ ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നമുക്കൊരു വഴക്ക് വരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേനും ഒക്കെ ഇത് ഗുണം ചെയ്യുമല്ലോ. നമ്മൾ പോയി സോറി പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഒരു സോറിയിൽ തീരാവുന്ന പരിപാടികളേ ഉള്ളൂ. അല്ല എനിക്ക് മനസ്സിലായടാ, അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുള്ള കുറച്ച് ചെറിയ വാക്കുകൾ വെച്ചാൽ വലിയ വഴക്കുകളൊക്കെ നമുക്ക് തീരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയിലാണ് നിന്റെ അടുത്തൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോഴത്തേനും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവള് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല എന്നുള്ളതൊക്കെ എനിക്ക് ബേസിക്കലി ഗുണം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ നാടക പ്രവർത്തനത്തിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മളൊരു ക്യാരക്ടർ അപ്രോച്ചിൽ ഇത് യൂസ് ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ. ഈ നമ്മളൊരു ഡയലോഗ് എഴുതുമ്പോൾ ഈ ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എന്താണ്, ഈ ക്യാരക്ടറിന് പരിപാടികൾ, അപ്പൊ അതെനിക്ക് കുറച്ചുകൂടെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെപ്പോഴും അങ്ങനെയാണ്. നല്ല നാടകക്കാർ എപ്പോഴും നല്ല ലൈഫ് ലെസൺസിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അതെനിക്ക് കുറച്ചുകൂടി ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം ഇപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഒറ്റ സിംഗിൾ പെർസ്പെക്റ്റീവിലല്ല ആലോചിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളെ ഒരു വേറൊരു പേഴ്സണായിട്ട് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. ഇപ്പം രണ്ടുപേരും തമ്മിൽ അതെ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കാൻ നേരത്ത് അയാളും ഞാനും എന്നല്ലാതെ അയാളും ഞാനും എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് തേർഡ് പേഴ്സൺ ആയിട്ട് ഇരുന്നിട്ട് നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്ത് നമ്മൾ ആ സാധനത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു, കാരണം നമ്മൾ സീൻ എഴുതുമ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ ആലോചിക്കുന്നത്. കാരണം നമ്മൾ എഴുതുന്ന ക്യാരക്ടർ ഒരു തേർഡ് പേഴ്സൺ ആണല്ലോ ഒരിക്കലും. അപ്പം നമ്മളൊക്കെ എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ഞാനായിരിക്കരുത് ആ എഴുതുന്ന ആള്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഇനിഷ്യലി വരുന്ന തോട്ടൊക്കെ കട്ട് ചെയ്തിട്ട് വേറെ മോഡിലൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് സീൻ എഴുതുന്നത്. ഇപ്പം അല്ലെങ്കിൽ നമ്മളൊരു ക്യാരക്ടറിൻ്റെ ഒരു റോളൊക്കെ കിട്ടുമ്പോഴത്തേനും നമ്മളെങ്ങനെ വേഴ്സറ്റൈലായിട്ട് ഇതിനെ പ്രസൻറ്റ് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി വേറൊരു സാധനം നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് കൊണ്ടുവരും. ഇപ്പം നേരത്തെ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ മഹേഷിന്റെ പ്രതികാരത്തിലെ ആ പ്രപ്പോസൽ സീൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രപ്പോസൽ സീൻ ഇതേവരെ സിനിമയിൽ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരാളെ പ്രപ്പോസ് ചെയ്യാം നമുക്ക്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. ആരും ചെയ്യാത്തൊരു പരിപാടി ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം സ്റ്റാൻഡ് ചെയ്യും. റിയലിസ്റ്റിക് ആയിട്ട് സിനിമ അതെ മഹേഷിലെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ശ്യാമേണ്ണൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു തിയറികളാണ്. അപ്പം ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ട് ആരും ചിന്തിക്കാത്ത ലെവലിൽ എന്നാൽ എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു സാധനം. ഇപ്പം നമ്മളിപ്പം ഒരു വഴക്കുണ്ടാക്കുമ്പോഴും ഒക്കെ ഈ സാധനം അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കില്ല തെറ്റ്, നമ്മൾ സോറി പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്നാൽ സോറി പറഞ്ഞു നോക്ക്, അപ്പം എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയാമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ എല്ലാ സെൽഫ് റെസ്പെക്റ്റും പണയം വെച്ചിട്ടായിരിക്കും നമ്മൾ സോറി പറയുന്നത്. പക്ഷെ സോറി പറയുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം അവർ പറഞ്ഞ എടാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്കിത് മനസ്സിലാവുന്നു, നീ അടിപൊളി ആളായതുകൊണ്ടാണ് നീ സോറി പറഞ്ഞത്. അപ്പം നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് വെച്ച് സെൽഫ് റെസ്പെക്ട് ബൂസ്റ്റ് ആവുമല്ലോ അവിടെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ആദ്യത്തെ തോട്ട് പ്രോസസ്സ് കട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. കാരണം നമ്മളെല്ലാ കാര്യങ്ങളിലും ഇമീഡിയറ്റ് ഉള്ള റിയാക്ഷൻ അല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരുത്തൻ്റെ മുഖം ഇടിച്ച് പൊട്ടിക്കാനായിട്ടുള്ള ദേഷ്യം എനിക്കുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അപ്പൊ ആ സിനാരിയോയിൽ വേറെ ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ല ഒരുത്തരെ തെറി പറയാതിരിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാൽ ഞാൻ വിളിക്കും. അത് നമ്മുടെ ഡയറക്റ്റ് ഇമോഷനാണ്. അത് ചെയ്യാതിരിക്കുക. അത് ചെയ്യാതിരിക്കുമ്പോഴത്തേനും നമുക്ക് എന്താ പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് തുടങ്ങും. ആ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ടൈം കിട്ടും റിലാക്സ് ആവാനും. അയാൾക്ക് ഇവനെ ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ട് ഇവരെന്തെങ്കിലും ഇരിക്കുന്നത്, അപ്പൊ ആ സിനാരിയോ മൊത്തത്തിൽ മാറും. അപ്പൊ അത് നമ്മുടെ കയ്യിൽ വരും, ആ പരിപാടി നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പൊ അതിനെ നമുക്ക് കുറച്ചുകൂടെ അപ്പൊ ഈ ആദ്യമേ വരുന്ന ഇമോഷൻസിനെ കട്ട് ചെയ്ത് പിടിക്കുന്നത് ഭയങ്കര കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഭയങ്കര എല്ലാം കൊണ്ടും. ഈ സാധനങ്ങളൊക്കെ ഇൻഡയറക്ട്ലി നമ്മുടെ ഫിസിക്കൽ ബോഡീനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. നമുക്ക് ബി പിയും ഈ പറയുന്ന എല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ലാതെ ഇതുള്ളത് കൊണ്ടല്ലല്ലോ നമുക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ബോഡി ഇപ്പുറത്തുനിന്ന് ഈ പണി എടുക്കുന്നത്. അപ്പൊ അതെല്ലാം നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും. അതെ, ഒരുപാട് ഒരു കലാകാരനായതുകൊണ്ട് ഒരുപാട് അല്ല നമ്മൾ അതിനെ അങ്ങനെ കണ്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ എല്ലാ കലാകാരന്മാരും അങ്ങനെയാണെങ്കിൽ അവരായിരിക്കണമല്ലോ ഡോക്ടർമാരൊക്കെ ആയാലും ക്വാളിറ്റി ഉള്ള ആൾക്കാർ. ഈ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, സിനിമാക്കാർ തന്നെ എല്ലാം ഡീൽ ചെയ്തുകൊണ്ട് നടന്നേനെ. എല്ലാവർക്കും അതേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ബേസിക്കലി നമുക്ക് അങ്ങനെ ഒരു പഠിക്കുക എന്നുള്ളൊരു ഇത് മനസ്സിലാക്കുക എന്നുള്ളൊരു സാധനത്തിൽ പിടിച്ചാൽ നന്നായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ ഞാനും ആക്ച്വലി നാടകങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി സിനിമയിലൊക്കെ എത്തി എങ്ങനെ അഭിനയം വീണ്ടും നന്നാക്കാം എന്നുള്ളൊരു തോന്നലിന്റെ ഭാഗമായിട്ടാണ് ഈ ഇങ്ങനെയുള്ള ചർച്ചകളും തോന്നലുകളും കണ്ടെത്തിയത്. അങ്ങനെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നു. അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. വർക്കായ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യില്ല. അങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളതാണ്.